ബ്ലാക്കിയുടെ വീടുണ്ടാക്കൽ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഗൈസ്. ഹാർദവമായി സ്വാഗതം. സ്വാഗതം പറയടാ. ബ്ലാക്കിക്ക് ഭയങ്കര വിഷമമാണ്. ഇല്ലടാ എന്തിടാ എന്തിടാ നിനക്ക് വീട് പണിയാൻ പോടാ. നമുക്ക് നല്ല അടിപൊളി ഒരു വീട് വെക്കാൻ പോകാം ഗൈസ്. ഇപ്പം നമുക്ക് പണിയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ പണി നമ്മൾ ആരംഭിക്കലാമാ. ഓക്കെ. ബ്ലാക്ക് ഇത് ഇപ്പോഴേ സ്ഥാനമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇല്ലേടാ ബ്ലാക്കി, നിനക്കെന്താ പറയാവുള്ളേ? പറയടാ, നിനക്കെന്താ പറയാവുള്ളേ? പറയടാ. മണിട്ട് മൂട്ട നിന്നെ. അപ്പം പിന്നെ വീടിൻ്റെ ആവശ്യമില്ല. പോടാ. മാറ പണിയട്ടാ വെച്ചു പോ ഗൈസ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് തറയിലും മണ്ണും കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. ഇതിനകത്തിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു തറ ലെവലാക്കി എടുക്കണം. ഓക്കെ, ഇനി അതാണ് നമ്മുടെ പരിപാടി. ബ്ലാക്ക് ഇവിടെ മാന്തി മണ്ണൊക്കെ അവനും സഹായിക്കുമായിരിക്കും. സഹിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ബ്ലാക്കിയുടെ ഭവനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വാർക്കുന്നൊക്കെ കുറച്ച് മേനയാണ് ഇവന് വേണ്ടി വാർക്കാൻ. നമ്മൾ ഇതിൻ്റെ ഓട് തിരിക്കാൻ വാർക്കാനൊന്നും വയ്യടെ. അതിനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ തറയ്ക്കൊരു തറയായി. ഇനി ഒന്ന് 4 തൂണായിട്ട് പണിയുന്നു. എന്നിട്ട് മറ്റേ ഗ്രില്ല് കമ്പി പോലെ എന്തായാലും ഉണ്ടാക്കുമല്ലോ. ഇച്ചിരി സെറ്റപ്പായിട്ടുണ്ടാകും. ബ്ലാക്ക് തട്ടിപ്പോയാലും നമുക്ക് വേറെ നല്ലൊരെണ്ണത്തിനെ വായിക്കാം. എന്താ ബ്ലാക്ക് മനസ്സിരിപ്പ് കണ്ടോ ബ്ലാക്ക് ഇപ്പോഴൊന്നും തല്ലിക്കൊല്ലും. അപ്പൊ ഗൈസ് ഇതൊന്നും ലെവലാക്കട്ടെ. ആക്കട്ടെ. ബ്ലാക്കിയുടെ കുടില് കണ്ടോ നിങ്ങൾ? കുടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ബ്ലാക്കി ഇനി ആരാണ്? ബ്ലാക്കി ആലയം നമ്മളിനിയും സെറ്റാക്കാൻ പോവാണ് ഗൈസ്. ഇനി അടുത്ത തൂണ് പണിയണം. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ഓക്കെ. ബംഗാളി മേസ്തിരി പണിക്കിപ്പോൾ ഇറങ്ങി. മുഴക്കോലൊക്കെ വെച്ച് പിടിക്കുന്നുണ്ടോ? വേണ്ടിരുന്ന് ആടുന്നു കണ്ടോ ഗൈസ്. ലെവല് പിടിക്കുന്നത് കണ്ടോ? ബ്ലാക്ക് നോക്കി ഇവരെന്തോ കാണിക്കുവാടെ. നമുക്ക് നോക്കാം ഇത് ലാസ്റ്റ് എന്തോ ആകുമെന്ന്. 3 തൂണ്, 1 2 3, 4ാമത്തെ തൂണ് അവിടെ. ഇതുപോലെ ഒരു വരി കട്ടയും കൂടെ മേളിൽ വരും കേട്ടോ. ഒരെണ്ണം കൂടെ മേളിൽ വരണം. എന്നാലേ നല്ല ഇച്ചിരി പൊക്കം വരുത്തും. നമ്മൾ ഈ സൈഡിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ബ്ലാക്കിക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഗില്ല് പോലെ വല്ലതും കൊടുത്ത് ഇവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ വാതിൽ കൊടുക്കണം. ഈ സൈഡിൽ കൂടെ നമ്മൾ 3 കട്ട വെച്ച് ഇനിയും ഒരു കട്ടയും കൂടെ വെക്കണം ഇവിടെ. ബ്ലാക്കിതേ ഇവിടെ മലന്ന് കിടന്ന് ഉറങ്ങുന്നു. എണീക്കടോ കണ്ട് ഇവരെ പരുവം കണ്ടു. ഇവൻ ഈ ചള്ളയ്ക്കകത്തെല്ലാം കിടന്ന് ഇങ്ങനെ കൂടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഇതാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ കൂട് വെച്ച് കൊടുക്കുന്നു. ഇനി ഇത് തേച്ചൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. നമ്മൾ മൊത്തം പോയിൻ്റ് ചെയ്യണം കേട്ടോ. ഇത് മൊത്തം ഫുള്ള് പോയിൻ്റ് ചെയ്ത് എല്ലാം തേച്ച് ഇങ്ങനെയൊക്കെ സെറ്റ്. ശരി, ഇത് തീരത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഫുള്ള് നമുക്കൊന്ന് സെറ്റാക്കണം. ഇനി ഇതിൻ്റെ മണ്ടയിൽ ഒരെണ്ണം കൂടെ വരുന്നത്.
ഇതിൻ്റെ മണ്ടയിൽ ഒരു വരി കട്ടയും കൂടി ഇങ്ങനെ വരും. അപ്പം അറിയാം എല്ലാം കൂടെ വെറുതെ വീഴുമെന്ന്. ഇല്ല ഗൈസ്, അപ്പോൾ തേച്ചൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോഴത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഒരു കട്ടയും കൂടെ വെക്കട്ടെ. ഒരു കട്ട അല്ല, ഒരു കട്ട വെക്കുന്നതും കൂടെ ഞാൻ വെക്കാം. അത് കാണിച്ചു. നിനക്ക് കട്ട വെക്കാനുള്ള ആരോഗ്യമില്ല. കട്ട എടുക്കുന്ന കണ്ടോണെ, ആരോഗ്യമാൻ എടുക്കുന്ന കണ്ടോണെ കട്ട. എനിക്ക് വെച്ച് ഗൈസ്, അങ്ങനെ 4ാമത്തെ കട്ട വെച്ചു. മേശ്ശേരി അഭിജിത്ത് പുതിയ പേരായി. അതെ, പിന്നെ അതിനായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്ന നല്ലത്. എഗ്രിമെന്റ് എഴുതാം. 4ാമത്തെ വെച്ച് ഗൈസ്. മുഴക്കോലൊക്കെ ഉണ്ട്, കണ്ടോ? വലിയ മുഴക്കോലൊക്കെ ഉണ്ട്. നോക്കാനൊന്നും അറിയത്തില്ല, എന്നാലും അങ്ങ് പിടിച്ചു. ആയിരിക്കുമല്ലോ. ഇങ്ങനെ വരും നമ്മുടെ ഇത് മണ്ടേ ചുമ്മാ ഒന്ന് വെച്ചതാ. ഇനി ഇതിൻ്റെ മണ്ടേ ഒരു വരി കട്ടയും കൂടെ പോക്കാൻ വരും. നമ്മളിപ്പം ഈ വേട്ടപ്പട്ടി എടുത്ത് അല്ല, അയ്യോ എൻ്റെ ബ്ലാക്കി ഗോൾഡാണ് ഗൈസ്, ഗോൾഡ്. ഗൈസ്, അപ്പോൾ അടുത്ത കട്ടയും കൂടെ വെക്കട്ടെ. ഓക്കെ, അതിന് ലെവൽ പിടിക്കണം. അതിപ്പോൾ വെച്ചേ ഉള്ളൂ. അതിന് ലെവൽ വെച്ച് സെറ്റാക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത കട്ടയും ഒരു വരി കട്ട 4 വരിയും കൂടെ ആക്കിയിട്ട് കാണിക്കാം എത്രയും പൊക്കം വരുമെന്ന്. ഗൈസ്, എൻ്റെ ഈ പണി തീരുന്ന വരെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഞാൻ കാണിക്കാം. എൻ്റെ പണിയായുധം ഇതാണ്. എൻ്റെ പണി ഇത് വെച്ചാണ് ഗൈസ് ഞങ്ങൾ ഈ പരിപാടി എല്ലാം തേക്കുന്നത്. കരണ്ടി ഇത് വെച്ചാണ് ഞാൻ പണിയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഏതാണ്ട് ഈ സൈഡ് കണ്ടോ, എന്ത് കാണിച്ചെങ്കിൽ ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ നമുക്കിനി തേച്ച് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതെ, അതും വെച്ച് ഇത് വെച്ച് എപ്പോൾ കഴിയുന്നൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് അത്ര സമയമൊന്നുമില്ല കമ്പനിയുടെ. നമുക്ക് ബ്ലാക്ക് എത്രയും പെട്ടെന്ന് നാട് കടത്തണം. മേലോട്ട് കൊടുക്കണം. ബ്ലാക്ക് എന്തുവാ വെയിറ്റിങ്ങിലാ ഇതിനകത്തൊന്ന് താമസിക്കാൻ. അപ്പൊ ഇതന്നെ പെട്ടെന്നുണ്ടാക്കുക. എപ്പോഴാന്ന് അറിയത്തില്ല. അത് കാറ്റടിച്ചാല് ബ്ലാക്കിയും തീരും. എന്താ കൂടും പോവും, ഓടും പൊട്ടും. അതിനേക്കാളും നല്ലത് നല്ലൊരെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ലൊരെണ്ണം ഇത് ഇടിഞ്ഞു വീഴാതിരുന്നാ കൊള്ളാം. ഇത്രയും നാളും ബ്ലാക്ക് അതിനകത്ത് കിടന്നിട്ട് ഇടിഞ്ഞൊന്നും വീണില്ല. ആ കറണ്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും അടിപൊളിയാന്ന് പറയും. ആ കറണ്ട് വെച്ചാണ് തേക്കുന്നത്. നമ്മുടെ പ്ലാനിങ് എന്താന്ന് ചോദിച്ചാൽ ഇവിടാണ് വാതിൽ വരുന്നത്. ഈ ഒരു കട്ട ഇതുപോലെ ഇത് ദൂരോട്ട് കൂടി കാണണ്ടേ. ഇവിടെ ഈ ഒരു കട്ട വരി ഇവിടെ പിന്നെയും പോകും. ഇതിപ്പോ ഇവിടെ ഈ 2 സൈഡിൽ വരും. ഒരു വരി കട്ടയും കൂടി ഇവിടെ വരും. എന്നിട്ട് ഇത് വാതിൽ ഇവിടെ അത്ര മതി. ബ്ലാക്കിക്ക് കമ്പിയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. സെറ്റ് ചെയ്യണം.